ഹലോ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാളായി ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ എപ്പോഴും ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് വീഡിയോ ഫാർമസി റിലേറ്റഡ് കോണ്ടൻസും കാര്യങ്ങളൊക്കെയാണ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിന്നൊരു 5 മണിക്ക് എണീക്കാൻ പ്ലാൻ ചെയ്തിട്ട് അലാറമൊക്കെ സെറ്റാക്കിയിട്ടാണ് കിടന്നത്. പക്ഷെ നല്ല മടി കാരണം അലാറമൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ മടി കാരണം എണീറ്റിട്ടില്ലായിരുന്നു. അങ്ങനെ അമ്മ ഒരു 7 മണിയായപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ എണീറ്റത്. എന്നിട്ട് എണീറ്റ് ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റാക്കി അയൺ ചെയ്തിട്ട്, പിന്നെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇന്നത്തെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊന്നും. ഇന്ന് ഭയങ്കര മടിയാണ്. പിന്നെ അമ്മ പറഞ്ഞ പോലെ അമ്മയ്ക്കിഷ്ടമുള്ള ഒരു കുർത്തി സെറ്റ് ഞാനിട്ട്. എനിക്കത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ മേക്കപ്പ് ചെയ്യാൻ ഒന്നിനൊരു മൂടില്ല. ജസ്റ്റ് ഒരു ക്ലിപ്പും വെച്ചിട്ട് ഇറങ്ങി. അതും പള്ളിയിൽ പോയതും അത്യാവശ്യം നന്നായിട്ട് ലേറ്റായിട്ടുണ്ടായിരുന്നു. ആരാധന തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളെത്തിയപ്പോഴേക്കും. പിന്നെ ആരാധന കൂടി കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളൊരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പള്ളിയിലൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ നമ്മൾ എല്ലാ സൺഡേയും പള്ളി കഴിഞ്ഞിട്ട് അപ്പച്ചൻ്റെ അമ്മച്ചൻ്റെയും വീട്ടിലോട്ട് പോവും. പിന്നെ അങ്ങ് പോയി അവിടെ നിൽക്കണ മാങ്ങയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് ടെറസിലോട്ട് പോയപ്പോഴേക്കും. ഇതവിടെ ഉണ്ടായ പുളിയാണ്. ഇത് ഉണക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനതിനെടുത്ത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ ചുമ്മാ കഴിക്കാനായിട്ട്. അങ്ങനെ ഞാൻ ചുമ്മാ കഴിക്കുകയാണ്. അത്ര പുളിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് നേരം അപ്പച്ചൻ്റെ അടുത്തും അമ്മച്ചിയുടെ അടുത്തൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അപ്പം തന്നെ ഇറങ്ങി. ഒരു അരമണിക്കൂറൊന്നും തികച്ച് അവിടെ നിന്നിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇത് അമ്മച്ചിയുടെ ഗാർഡനിലുള്ള കുറച്ച് പൂക്കളാണ്. അപ്പോൾ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിനെടുത്ത്. പിന്നെ വീട്ടിലോട്ട് വന്ന് വീട്ടിലെൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ്. അങ്ങനെ അതും കഴിച്ച് പിന്നെ കുറച്ച് നേരം പഠിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇന്നലെ പഠിച്ചിട്ട് ബുക്കും കാര്യങ്ങളൊന്നും അടുക്കി വെച്ചിട്ടില്ലായിരുന്നു. എല്ലാം ഇങ്ങനെ അലങ്കോലം ആക്കി ഇട്ടേക്കിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് പിന്നെ ഞാൻ പേപ്പറിൽ എഴുതിയിട്ടാണ് നോട്ട് ഉണ്ടാക്കുന്നത്. മീൻസ് എനിക്ക് ബുക്കിൽ എഴുതുന്നതിനെക്കാട്ടി പേപ്പറിൽ എഴുതുന്നതിന് ഭയങ്കര ഇഷ്ടം. അതാണ് എനിക്ക് കുറച്ചും കൂടെ എടുത്ത് വായിക്കാൻ തോന്നുന്നത്. അങ്ങനെ ഞാൻ കുറേ A4 ഷീറ്റിൽ പ്രിപ്പയർ ചെയ്ത നോട്ടും കാര്യങ്ങളൊക്കെ ഓർഡറിൽ ഇങ്ങനെ ആക്കി വെക്കുകയാണ്. അങ്ങനെ എൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് നാൾ മുമ്പ് എല്ലാം ലാപ്പിലോട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പം കുറച്ചും കൂടെ എളുപ്പമല്ലേ, ഫോണിൽ നോക്കണതിനെക്കാട്ടി ലാപ്പിൽ നോക്കണതല്ലേ കുറച്ചും കൂടെ ഇത്. പിന്നെ അതിനിടയ്ക്ക് കോഫി ഉണ്ടായിരുന്നു, കട്ടൻ കാപ്പി. അങ്ങനെ അതും കുടിച്ച്. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഉള്ളതാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം കഴിച്ചിട്ട് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാപ്പ് ഓണാക്കിയപ്പോഴാണ് അതിൻ്റെ പിക്കും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. എൻ്റെ റോബിക്കുട്ടൻ കുഞ്ഞായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പിക്കാണ്. അങ്ങനെ ഞാൻ നോട്ട് ഉണ്ടാക്കുന്നത് ഒരു 3-4 നോട്ട് റെഫർ ചെയ്തിട്ടാണ് നോട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ എല്ലാം ലാപ്പിലോട്ടാക്കി നോട്ട്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ പേപ്പറിൽ നോട്ട് എഴുതുന്നതാണ് എനിക്കിഷ്ടമെന്ന്. അപ്പോൾ ഞാനൊരു A4 ഷീറ്റിനെ ഇങ്ങനെ 2ആയിട്ട് മടക്കും. എന്നിട്ട് ഒരു ടോപ്പിക്ക് ഫുള്ള് അതിലോട്ട് ഷോർട്ടാക്കി എഴുതി വയ്ക്കും. അപ്പോൾ എനിക്കത് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നാറുണ്ട്. എക്സാമിനായാലും എനിക്കെന്തോ അത് വായിക്കാൻ തോന്നും. നോട്ടാകുമ്പോൾ എനിക്ക് കുറേ ബൾക്കായിട്ട് തോന്നും. പക്ഷേ ഈ കുഞ്ഞു കുഞ്ഞു പേപ്പറുകളാകുമ്പോഴേക്കും എന്തോ എനിക്ക് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് വായിക്കാൻ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇങ്ങനെ എഴുതി വെക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് ലാസ്റ്റ് സ്റ്റഡി ലീവാണ്. ഇതും കൂടെ കഴിഞ്ഞ B.Pharm കഴിഞ്ഞ്. അപ്പം അങ്ങനൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട്. പക്ഷെ എന്താണെന്ന് അറിഞ്ഞൂടാ, അതിൻ്റെ ഒരു ചെറിയ ഉഴപ്പും മടികളൊക്കെ കാണുന്നുണ്ട്. കഴിഞ്ഞ സെമ്മായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടെ കുറവാണ് പഠിക്കാനായിട്ട്. അപ്പം അതിൻ്റെ ചെറിയൊരു അഹങ്കാരമുണ്ട് എനിക്കെവിടെയോ. ഭയങ്കര മടിയാണ്. അപ്പം ഇനി ആ മടിയും കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരണം. ഇനി 2 ആഴ്ച തികച്ചില്ല എക്സാമിന്. എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല, രാവിലെ എണീക്കില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പം കറൻ്റ്ലി എൻ്റെ ഒരു റൊട്ടീൻ കാര്യങ്ങളൊക്കെ. അങ്ങനെ പഠിച്ച് അവസാനം എനിക്ക് മടിയായി തുടങ്ങി. എന്നാലും എന്നെ പിടിച്ചിരുത്തി ഞാൻ നോട്ട് എഴുതുന്നുണ്ട്.
പിന്നെ കുറച്ച് പഠിച്ച് മടി പിടിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇന്ന് അമ്മച്ചി ഇങ്ങനെ മാങ്ങ തന്നിട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വിളഞ്ഞ മാങ്ങ. അപ്പം അധികം പുളിയൊന്നും ഇല്ലാത്ത മാങ്ങയാണ്, ചെറിയൊരു മധുരവും വെച്ചിട്ടുണ്ട്. അങ്ങനെ വിശപ്പൊന്നുമില്ല, ജസ്റ്റ് ചെന്ന് ഉപ്പും മുളകും ഇട്ട് അതിനെ അങ്ങ് അകത്താക്കി. നല്ല ടേസ്റ്റായിരുന്നു, പുളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു ഇതായിരുന്നു. അപ്പം നമ്മുടെ ഇച്ചാപ്പിയുടെ വ്ളോഗും കണ്ടിട്ടാണ് ഞാൻ ആ മാങ്ങയൊക്കെ കഴിച്ചത്. എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ്. ഞാനിപ്പം ഈ ഇടയ്ക്ക് കണ്ടു തുടങ്ങിയതേ ഉള്ളൂ ഈ വ്ളോഗൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ അതിൻ്റെ വ്ളോഗൊക്കെ എടുക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് ശേഷം തീരെ പഠിക്കാനൊന്നും പറ്റില്ലല്ലോ, അപ്പം രേഖാചിത്രം സിനിമ ഉണ്ട്. അപ്പോൾ ചീറ്റോസും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ചീറ്റോസ് എനിക്കറിയാം അത്ര ഹെൽത്തിയും കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ എൻ്റെ ഫേവറേറ്റാണ്. ലേസും കാര്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് ചീറ്റോസ്. കുറേ നാളുകൊണ്ട് ഞാൻ ഇത് കിട്ടാനില്ലായിരുന്നു, ഞാൻ പോണ കടയിലൊന്നും ചീറ്റോസ് ഇല്ലായിരുന്നു. അങ്ങനെ ഇന്ന് എനിക്ക് കിട്ടി. എനിക്കറിയാം, ഞാനിത് പണ്ട് പ്ലാസ്റ്റിക് ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പണ്ട് കൊച്ചിലെ, ഇങ്ങനെ കത്തിച്ച് നോക്കുമ്പോഴേ അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട് പണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അതും കഴിച്ച്. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ വീക്കിലുള്ള യൂട്യൂബ് കോണ്ടൻസൊക്കെ പ്ലാൻ ചെയ്ത്, അങ്ങനെ ഞാനിപ്പം കുറേ ഫാർമസി റിലേറ്റഡാണ് ഇട്ടുകൊണ്ടിരിക്കണമെന്ന് എനിക്കറിയാം. അതേ ഇടാൻ വഴിയുള്ളൂ, കാരണം വീട്ടിലാണ്, സ്റ്റഡി ലീവാണ്, വേറെ ഒന്നും എനിക്ക് കോണ്ടൻസും കാര്യങ്ങളായിട്ടൊന്നും ഇടാനില്ല. അപ്പം ഞാൻ ഈ ആഴ്ച എന്തൊക്കെ വീഡിയോസ് വേണം, എന്തൊക്കെ റീൽസ് വേണം എന്നൊക്കെ ജസ്റ്റ് ഒരു പ്ലാൻ എഴുതി വെച്ച്, പിന്നെ ഞാൻ ഇടാൻ പോണ ഒരു ഫാർമസി റിലേറ്റഡ് കോണ്ടൻറ്റിന് ജസ്റ്റ് ചെറിയൊരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇനി അത് ഷൂട്ട് ചെയ്യണം. അങ്ങനത്തെ കുറേ പരിപാടികൾ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ ഇത് ഒരു കുട്ടി സൺഡേ ഡേ ഇൻ മൈ ലൈഫ് ടൈപ്പ് ഓഫ് ഒരു വീഡിയോ ആയിരുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇത് ഞാൻ കുറേ നാളായി ഈ ഡയലോഗ് പറഞ്ഞിട്ട്, പിന്നെയും അറിയാതെ എൻ്റെ വായിക്കകത്ത് കയറി വന്നതാണ്. എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.